യാതൊരു ദുശീലങ്ങളും ഇല്ലാത്തൊരു നേതാവാണ് കേട്ടോ വെള്ളാപ്പള്ളി നടേശൻ. അതെ, അതായത് പുകവലിക്കില്ല, മുറുക്കില്ല, മദ്യപിക്കില്ല, പിന്നെ ഒരു ഭക്ഷണപ്രിയനാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നന്നായി ചൂടുള്ള ഭക്ഷണം കഴിക്കും. നല്ല ചൂടുള്ള ഭക്ഷണമൊക്കെ. അതെ അതെ. പിന്നെ ഭക്ഷണം നന്നായി വിളമ്പിത്തരും ചെയ്യും കേട്ടോ. ഞാൻ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം വിളമ്പിത്തന്ന ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത്തരം ശീലങ്ങളൊന്നും ഇല്ലാതെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു വിനോദം, എന്താണ് ഈ ഒഴിവു നേരങ്ങൾ വളരെ കുറവായിരിക്കും എങ്കിലും ആ നേരങ്ങളിൽ എന്താണ് ഒരു വിനോദം താങ്കളുടെ? ഒഴിവ് നേരം എൻ്റെ വിനോദം എന്ന് പറഞ്ഞാൽ ഞാൻ ബെഡ്റൂമിൽ കയറിയ ന്യൂസാണ് കാണുന്നത്. വാർത്ത കാണും. നിങ്ങളുടെ ന്യൂസ് ഉൾപ്പെടെ പണ്ടൊക്കെ നിങ്ങളുടെ ന്യൂസ് വാർത്ത കാണും, റിപ്പോർട്ടറും കാണും. റിപ്പോർട്ടർ പണ്ട് മോശമായിരുന്നു, ഇപ്പോൾ വലിയൊരു ഉയർച്ചയുടെ കൊടുമുടിയിലെത്തി നിൽക്കുകയാണ് നിങ്ങൾ. നല്ല ക്ലാരിറ്റി ഉണ്ട്, വലിയ കേമന്മാരൊക്കെ നിരന്ന് നിൽപ്പുണ്ട്, കാണുന്നുണ്ട്. എനിക്ക് അറിയാവുന്നവരാണ് പലരും. നികേഷിനൊന്നും കണ്ടില്ല, അത് ശരിയായില്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് പറയാം. പിന്നെ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട, എന്നെയും പുള്ളി ഇഷ്ടപ്പെട്ടിട്ട് പുള്ളി അതേ ഇവിടെ ഉണ്ടെന്ന് കണ്ടതാണ് ഞാൻ സമ്മതിച്ചത്. അപ്പോൾ 3 പേര് ചോദിക്കുന്നവർ, ഒരാൾ കാലുവായിരുന്നു നികേഷ്, ബാക്കി 2 പേര് നല്ലപോലെ അറിയാം. ഇത് നല്ല അങ്ങനെ ഞാൻ എൻ്റെ സമയം ഒരു സിനിമ കാണാറില്ല, ക്ലബ്ബിൽ പോകാറില്ല, നാടകമില്ല, ഒന്നുമില്ല. ഞാൻ വിശ്രമ സമയം അകത്ത് കയറിയ ചാനൽ മുഴുവൻ നോക്കും, എല്ലാ ചാനലും, ഒരു ചാനൽ എല്ലാം നോക്കും. ആരൊക്കെ എന്ത് പറഞ്ഞു, അപ്ഡേറ്റ് വിഷയം എന്ത്, ആരെല്ലാം എന്നെ ചീത്ത പറഞ്ഞു, ആരെല്ലാം നല്ലത് പറഞ്ഞു, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പഠിച്ച് മറുപടി പറയണ്ടേ. ഇപ്പോൾ രാവിലെ കിട്ടിയ ന്യൂസാണല്ലോ, കിട്ടിയതിന് വരെ എനിക്ക് മറുപടി പറയാൻ സാധിക്കുന്നത്. ഞാൻ രാവിലെ എണീറ്റ് ആദ്യം പല്ലുതേച്ച് വന്ന് പിന്നെ ന്യൂസാണ് നോക്കണമെന്നത്. എനിക്ക് വേറെ ഒരു ആനന്ദവുമില്ല. പിന്നെ പാവങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം കാണാനും എൻ്റെ സമയങ്ങളാണ് മുഴുവൻ ഞാൻ ഓർക്കുന്നത്. അവർ വരുന്നാൽ എത്ര മണി വരെ വേണം. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിച്ച ഒരു അരമണിക്കൂർ കിടക്കും. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുകയാണ്. ഇതെൻ്റെ ശീലം ഇപ്പം തുടങ്ങിയതല്ല. ഞാൻ ചിക്കുപായിൽ എന്ന പ്രവർത്തനം തുടങ്ങിയ മിസ്റ്റർ, നിങ്ങൾ എൻ്റെ പ്രവർത്തനത്തെ പറ്റി അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. എനിക്കിപ്പോൾ 87 വയസ്സുണ്ട്. 60-65 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ പാവപ്പെട്ടവരുടെ കുടികിടപ്പുകാരുടെ ഓരോ വീട്ടുകളിലും പോയി അന്ന് അവരുടെ പെരയിൽ കയറാൻ പോലും നിവൃത്തിയില്ലാതെ അറുകാൽ പെരയെന്ന് പറയും, അത്ര കൊച്ചു പെരകളുടെ മുമ്പിൽ പോയി അവർ ഞാൻ ചെല്ലുമ്പോൾ കൊച്ചുമലയാളി വന്നെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ചിക്ക് വായിട്ട് തന്ന് അതിനകത്ത് ഇരുന്ന് അന്നൊരു ഡെസ്കോ ബെഞ്ചോ കസേരയോ ഒന്നും പാവങ്ങൾക്ക് തരാനില്ല. അവരെ സംഘടിപ്പിച്ച് പ്രവർത്തനത്തിലൂടെ മുന്നേറി വന്നവനാണ് ഞാൻ. ശരി, താങ്ക് യു. അവർക്ക് വേണ്ടി ചെയ്യാൻ നോക്കുമോ? ഈ പ്രഭാതത്തിൽ നമ്മൾ ഏറെ സംസാരിച്ചു അല്ലേ? അതെ, വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞു, സമുദായത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, സ്വന്തം അനുഭവങ്ങളും ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളോട് വിശദീകരിച്ചു. വളരെ സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം ചേർന്നതിൽ. വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വീണ്ടും കണ്ടുമുട്ടാം. വളരെയധികം നന്ദി. താങ്ക് യു വെള്ളാപ്പള്ളി നടേശൻ.